ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ക്രോക്കറി ഐറ്റംസ് കാണുമ്പോഴത്തേന് തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ശരിയാണ്, എൻ്റെ നാത്തൂൻ്റെ ഹൗസ് വാമിങ് നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് കീശേരിയുള്ള ഒരു ഷോപ്പിക്ക് വന്നതാണ് കേട്ടോ. അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അവിടുത്തത്. പിന്നെ നമുക്ക് ഹൗസ് വാമിംഗ് ആണ് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ ഓരോ ഭാഗത്തുനിന്നും ഓരോ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് ഓരോ ഐറ്റംസും എടുത്തതിൻ്റെ ശേഷം അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയിട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് ഇട്ടത്. എല്ലാ സാധനവും ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ഓരോരോ സാധനങ്ങളുടെ ടിന്നിലൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുത്തു തന്നത് എൻ്റെ മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ഇത് എടുക്കട്ടെടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഹൗസ് വാമിങ്ങിന് ഞങ്ങളിവിടെ പറയുന്നത് കുടിയിരിക്കൽ എന്നാണ് കേട്ടോ. പല ഭാഗത്തും പല പേരിലാണ് കേട്ടോ പറയുന്നത്. ചിലത് വീടിരിക്കൽ, പിന്നെ വീട് വായിച്ച അങ്ങനെ അങ്ങോട്ടൊക്കെ പല ഭാഗത്തുമായിട്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചെറിയ നാത്തൂനാണ് കേട്ടോ പിന്നെ ഹൗസ് വാമിങ് നടക്കുന്നത്. അപ്പോൾ അവരുടെ വീട് തറവാട് വീടായതുകൊണ്ട് തന്നെ അവർ പിന്നെ വേറെ വീടെടുത്തുകൊണ്ടാണ് താമസം മാറുന്നത്. ഇത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്മോളെ കസിൻസ്മാരാണ് കേട്ടോ. എൻ്റെ മൂത്തച്ഛൻ്റെ മക്കൾ, അതേപോലെ എൻ്റെ നാത്തൂൻ്റെ മോനെ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തതായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റോക്ക് റൂമാണ്. കിച്ചണത്തെ ഐറ്റംസും ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് സെറ്റാക്കിയാണ്ട് വെച്ചിരുന്നു കേട്ടോ. തലേന്ന് നൈറ്റിൽ തന്നെ കിച്ചണിക്കുള്ള ടിന്നൊക്കെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അതേപോലെ ഈ മസാലൻ്റെ സെറ്റൊക്കെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. ഇത് കിച്ചണിക്കുള്ള ടേബിളാണ് കേട്ടോ. 4 കസേരയുള്ള ആ ടൈപ്പുള്ള ടേബിളാണ്. പക്ഷേ ഇത് എത്ര ശ്രമിച്ചിട്ടും കിച്ചണിക്ക് എത്തിപ്പെടണില്ല കേട്ടോ. കാരണം ടേബിളിൻ്റെ വീതി അറിയാം, വാതിലിന് വീതി കുറവാണ് കേട്ടോ. കുറേ ടൈം എല്ലാവരും ശ്രമിച്ചു നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് എത്തിപ്പെടണില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവരും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പിറ്റേ ദിവസം ആശാരിമാർ വന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് ഇതിട്ടത്. എല്ലാവരുമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് കൂടെ വരെ ഇപ്പുറത്ത് കൂടെ ഈ ഐറ്റം കേട്ടോ. ടേബിൾ വരുന്ന ഇനി അടുത്തൊന്ന് നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി കാണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ചാണ് ഇട്ടിരിക്കുന്നത് സിറ്റ് ഔട്ട് ഏരിയയിൽ. അതേപോലെ സോഫ, അങ്ങനെ ഓരോരോ ഐറ്റംസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കട്ടിൽ അതൊക്കെ പറഞ്ഞ് ഡിസൈൻ വരച്ച് ഹസ്ബൻഡ് ഡിസൈൻ വരപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അവർ. ഇതിൽ ഓരോ ഫർണിച്ചറും അവരുണ്ടാക്കിയത് തന്നെ കേട്ടോ. ഓരോ ഐറ്റംസ് നമ്മൾ മോഡൽ കാട്ടിക്കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊക്കെ നടക്കുന്നത് നോമ്പിൻ്റെ മുമ്പായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കയറിയിരിക്കൽ രാവിലെ സുബഹിക്കായിരുന്നു കേട്ടോ. അതിന് ഞങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം തലേന്ന് നൈറ്റൊക്കെ പോയപ്പോൾ നല്ല ക്ഷീണം കാര്യമുള്ളത് കൊണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഉച്ചക്കാട്ടോ എത്തിപ്പെട്ടത്. കുറച്ച് പേരൊക്കെ രാവിലെ വന്നിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഉച്ചക്കാണ് വന്നത്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലോണം സപ്പോർട്ടൊന്ന് ചെയ്യണേ. കാരണം ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ടും ലൈക്ക് അടിക്കുക എല്ലാം വേണം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നാത്തൂൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.